2021 ഒക്ടോബർ 16 മഹാപ്രളയത്തിലാണ് ഇളങ്കാട് വല്യന്ത പാലം തകർന്നത്. ചെറുതും വലുതുമായ 34 പാലങ്ങളാണ് അന്ന് പ്രളയത്തിൽ തകർന്നത്. യാത്രാ ദുരിതം പേർന്ന ജനത്തിന്റെ ദീർഘകാലത്തെ ആവശ്യത്തിനൊടുവിൽ ഇളങ്കാട് വല്യന്ത പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കുവാൻ നടപടികളൊന്നും ഉണ്ടായില്ല. ഈ കാരണം പറഞ്ഞാണ് ഇപ്പോൾ പാലം തുറന്നുകൊടുക്കുവാൻ വൈകുന്നത്. ഏപ്രിൽ പകുതിയോടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ അപ്രോച്ച് റോഡിന്റെ പണികൾ ആരംഭിച്ചത് മെയ് 20 മാത്രമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോൾ മഴ കൂടി എത്തിയതോടെ ഇതും മുടങ്ങി. ജൂൺ ആദ്യവാരം സ്കൂൾ തുറക്കാനിരിക്കെ പാലം തുറന്നു നൽകാത്തതിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക വിദ്യാർത്ഥികളായിരിക്കും. പ്രളയ ദുരന്തത്തിൽ തകർന്ന ഒരു പാലം 3 മാസങ്ങൾ കൊണ്ട് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കൊണ്ടിരുന്നൊരു പാലം പൊളിച്ചിട്ട് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതേവരെ ഈ പാലം തുറന്നു കൊടുത്തിട്ടില്ല. ഇപ്പോൾ തികച്ചും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇളങ്കാട് ടോപ്പ്, ബ്ലാക്കര, വെല്യന്ത പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും അനിഷ്ടങ്ങൾ സംഭവിച്ചാൽ അവരുടെയൊക്കെ ജീവിതം എന്താവും എന്ന വളരെ സംശയത്തിന് നിലയിൽ നിൽക്കുകയാണ്. കോട്ടയം ജില്ല റെഡ് സോണിലാണ്, ഇപ്പോൾ നിലവിൽ കോട്ടയം ജില്ല റെഡ് സോണിലാണ്. പക്ഷേ ഈ പ്രദേശത്തുള്ള യാതൊരു അനക്കങ്ങളും നടക്കുന്നില്ല. ഇവിടെയുള്ള ജനങ്ങൾ ആശങ്കാകുലരാണ്. ഒരു പ്രളയം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ എങ്ങനെ മറികട കടക്കും എന്ന് പറയുന്ന ആളുകൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 2-ാം തീയതി, 1-ാം തീയതി പാലം തുറന്നു കൊടുത്തില്ലെങ്കിൽ 2-ാം തീയതി ഇവിടുത്തെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പാലം തുറന്നു കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ദ്വീപ് പോലെ ഒറ്റപ്പെട്ട ഒരു ചെറിയ പ്രദേശത്തിന്റെ സഞ്ചാരമാർഗമാണ് ഇളങ്കാട് വല്യന്ത പാലം. 700-ലേറെ കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ പാലം. വാഗമൺ സഞ്ചാരികളും ഈ പാലത്തെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ പ്രദേശവാസികളും സഞ്ചാരികളും 3.5 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വേണം സഞ്ചരിക്കുവാൻ. പണി പൂർത്തിയായിട്ടും പാലം തുറന്നു നൽകാത്തത് ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും വീഴ്ചയാണെന്ന് പ്രദേശവാസികളടക്കം ആരോപിക്കുന്നു. ജൂൺ 1 പാലം തുറന്നു നൽകിയില്ലെങ്കിൽ സ്വയം തുറന്നു നൽകുവാനാണ് ജനകീയ സമിതി തീരുമാനം. 2021 പ്രളയത്തിന് പോലും പോകാത്ത പാലം, 16 വീല് ഉള്ള വണ്ടി ഓടിക്കൊണ്ടിരുന്ന പാലം, ഒരു ആൾക്കാരുടെ അനുവാദവും കൂടാതെ നാട്ടുകാരെ സർവകക്ഷി യോഗം വിളിക്കാം എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പാലം പൊളിക്കുകയും 1.5 വർഷമായിട്ടും ഇത് സഞ്ചാരയോഗം ആക്കി തരികയും ചെയ്യാതിരിക്കുകയാണ്. സ്ഥലം MLA-യോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുകയും MLA 1-ാം തീയതി സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സഞ്ചാരയോഗത്താക്കി തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ള നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല. അതും പ്രകാരം ഈ വരുന്ന സ്കൂൾ തുറക്കുന്ന ദിവസം എല്ലാ ജനങ്ങളെയും കൂടെ കൂട്ടി ഈ പണിട്ട് അത്യാവശ്യം മറുകര കടക്കാനുള്ള സംവിധാനത്തിലേക്കാണ് ജനങ്ങൾ കിടക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഇപ്പോഴത്തെ ഈ കാലവർഷം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ എങ്ങനെ മറുകര കിടക്കും എന്നറിയത്തില്ല. കൂടാതെ അധികാരികൾ ഒന്നുകൂടെ പറയണം, ഇനി ഒരു പ്രളയം ഉണ്ടായി ആറ്റിക്കൂടെ വന്നാൽ മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കാൻ കാത്തു നിൽക്കണമെന്നൂടെ പറയുന്നു. കൊടുങ്ങ, ഇളങ്കാട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇളങ്കാട് വല്യന്ത പാലം. ഈ പാലം തുറന്നു നൽകാത്തത് മൂലം നിലവിൽ ഇതുവഴി ബസ് സർവീസുകൾ നിലച്ചിട്ട് വർഷങ്ങളായി. ടാക്സി വാഹനങ്ങളെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത്. പോലും പോകാത്ത പാലം ഇടിച്ചു പൊളിച്ചിട്ടിപ്പം 1 വർഷവും 2 മാസക്കാലവുമായി. ആദ്യമേ പറഞ്ഞ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാലതാമസം പറഞ്ഞു. അതിനുശേഷം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് പണി ആരംഭിച്ചത്. ഇതുവരെ പണി പൂർത്തീകരിക്കാനോ ഈ മാസം ജൂൺ 1-ാം തീയതി പാലം ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കി കൊടുക്കുമെന്ന് അറിയിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നു. അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായ വേറൊരു പാലം ബദൽ സംവിധാനം ഒരുക്കി തരാതെയാണ് ഈ പാലം പൊളിച്ചിരിക്കുന്നത്. ഒരു തൂക്കുപാലം ഇതിലെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു വഴിവിളക്ക് പോലുമില്ല. സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ഇളങ്കാട് ടോപ്പ്, ബ്ലാക്കര, വെല്യന്ത തുടങ്ങിയ ഭാഗങ്ങൾ. അങ്ങോട്ട് പോകുന്നതിനോ മറ്റ് മാർഗങ്ങളൊന്നും ആൾക്കാർക്കില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് MLA വന്നപ്പം കൊടുങ്ങായിലെ ഒരു റോഡ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ MLA പറഞ്ഞു 1-ാം തീയതി പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നിട്ട് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് 2 ആഴ്ച മുന്നേ ഒന്ന് സംസാരിച്ചു. പ്രസിഡന്റ്, ഞങ്ങൾക്ക് പാലം സ്കൂൾ തുറക്കാറായി, 1-ാം തീയതി ആകുമ്പോഴത്തേനും പാലം തുറന്നു തരണം, അല്ലെങ്കിൽ ഞങ്ങൾ 2-ാം തീയതി മണ്ണിട്ട് പാലം സഞ്ചാരയോഗ്യമായിട്ട് ആക്കി മാറ്റുമെന്ന് ഞാൻ പ്രസിഡന്റിനോടും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ 2-ാം തീയതി പൊതുജനങ്ങളുടെ അറിവോടും സമൂഹത്തോടും കൂടി അവരുടെ ജനപങ്കാളിത്തത്തോടു കൂടി 2-ാം തീയതി മണ്ണിട്ട് നികത്തി പാലത്തിൽ കൂടി വണ്ടി കയറ്റാനുള്ള ഒരു നടപടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും, കുടുംബശ്രീ അംഗങ്ങളെയും പൊതുജനങ്ങളെയും രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നുമില്ലാതെ പൊതുജനങ്ങളെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് മണ്ണിട്ട പാലം സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അധികാരികൾ ഇതുവരെ ഇതിന് എതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.
ഇപ്പം വാർത്ത് കഴിഞ്ഞിട്ട് 50 ദിവസമായി. ഇതുവരെ അതിൻ്റെ ബാക്കി പണി പൂർത്തീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒന്നാം ക്ലാസ്സിൽ പോകുന്ന കുട്ടികളും അതുപോലെ ഒരുപാട് കുട്ടികൾ ഇളങ്കാട് ടോപ്പിൽ നിന്നും ബ്ലാക്കറിൽ നിന്നും വെല്ലിന്തിൽ നിന്നും എല്ലാം ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് 2-ാം തീയതി സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെ എല്ലാ കുടുംബക്കാരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പാലം തുറന്ന് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുന്നതിനുള്ള നടപടി പൊതുജനങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ദുരിതം പേർന്ന ജനതയുടെ കണ്ണീർ കാണുവാൻ ജനപ്രതിനിധികൾ തയ്യാറായില്ലെങ്കിൽ വൻ പ്രതിഷേധത്തിനാകും വഴിവെക്കുക എന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.